സുഹൃത്തുക്കളെ, മലബാർ ടൂറിസം മീറ്റിംഗിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി കോഴിക്കോടേക്ക് പോവുകയാണ്. മനോഹരമായ കാഴ്ചകൾ കൊണ്ട് നമുക്ക് ഒരുമിച്ച് യാത്ര പോകാം. പഴയ കൈലാസ് തിയേറ്ററിന് ഓപ്പോസിറ്റ് അരിമില ഹോസ്പിറ്റൽ റോഡ് വഴി റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇപ്പോൾ പുതിയ ഒരു റോഡ് വന്നിട്ടുണ്ട്. അവിടെ പാർക്കിംഗ് സൗകര്യമൊക്കെ അതിമനോഹരമാക്കിയിട്ടുണ്ട്. നമ്മുടെ കാഞ്ഞങ്ങാട് റെയിൽവേ സ്റ്റേഷൻ മുഴുവൻ വികസനത്തിൻ്റെ പാതയിലാണ് ഇപ്പോൾ സഞ്ചരിക്കുന്നത്. ഞാൻ കാറ് റെയിൽവേ സ്റ്റേഷനിൽ എവിടെയെങ്കിലും പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഇവിടെ വന്നപ്പോൾ തന്നെ ട്രെയിൻ വന്നിട്ടുണ്ട്. ഇനി ഇവിടെ പാർക്ക് ചെയ്തതിന് ശേഷം പുറത്തിറങ്ങി റെയിൽവേ ടിക്കറ്റ് എടുക്കുന്നതിന് വേണ്ടിയിട്ട് മുന്നോട്ട് പോകണം. പണ്ടൊക്കെ കാഞ്ഞങ്ങാട് റെയിൽവേ സ്റ്റേഷനിൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കാറ് പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മറ്റേതെങ്കിലുമൊക്കെ സ്ഥലം തിരഞ്ഞെടുക്കണമായിരുന്നു. ആ സ്ഥലം തിരഞ്ഞെടുത്ത് അവിടെ കാറ് വെച്ചതിന് ശേഷം വീണ്ടും ട്രെയിൻ കയറാൻ വേണ്ടി ട്രെയിൻ ടിക്കറ്റ് എടുക്കാൻ വന്നു കഴിയുമ്പോൾ ട്രെയിൻ മിക്കവാറും പോയിട്ടുണ്ടാവും. കാസർഗോഡ് ജില്ലയിലെ ഒരു ചെറിയൊരു പട്ടണമാണ് കാഞ്ഞങ്ങാട്. കാഞ്ഞങ്ങാട് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഒരുപാട് ടൂറിസ്റ്റ് സ്ഥലത്തിലേക്ക് പോകാവുന്നതാണ്. അങ്ങനെ ട്രെയിൻ ടിക്കറ്റ് എടുത്ത് കോഴിക്കോടേക്ക് പോവുകയാണ്. പ്ലാറ്റ്ഫോമിലേക്ക് എത്തിയിരിക്കുന്നു. പ്ലാറ്റ്ഫോമിലെത്തിയപ്പോൾ തന്നെ ഇവിടെ ഇരിപ്പിടങ്ങളൊക്കെ ആകെ മാറിയിട്ടുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് 1ാമത്തെ പ്ലാറ്റ്ഫോമിലാണ്. അങ്ങനെ മുമ്പോട്ട് നടന്നു കഴിയുമ്പോൾ ഇടത് സൈഡിൽ കാർ പാർക്കിംഗ് കാണാം. കുറച്ചും കൂടെ അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞ് കഴിയുമ്പോൾ ഇവിടെ ആൾക്കാർക്ക് പോകുന്നതിന് വേണ്ടിയിട്ട് ലിഫ്റ്റ് കാര്യങ്ങളൊക്കെ ആക്കിയിട്ടുണ്ട്. പണ്ട് ലിഫ്റ്റില്ലായിരുന്നു. ഇത് അപ്പുറത്ത് കാണുന്നതാണ് 2ാമത്തെ പ്ലാറ്റ്ഫോം. ട്രെയിൻ കാത്തു നിൽക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാരുണ്ട്. ട്രെയിൻ എത്തിയിരിക്കുകയാണ്. കാഞ്ഞങ്ങാട് റെയിൽവേ സ്റ്റേഷനിൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ അടുത്ത് പോകാൻ സാധിക്കുന്ന സ്ഥലങ്ങളിലൊന്നാണ് നമ്മുടെ റാണിപുരം, അതുപോലെ തന്നെ ബേക്കൽ കോട്ട, ആനന്ദാശ്രമം, നിത്യാനന്ദാശ്രമം, അങ്ങനെ ഒത്തിരി സ്ഥലങ്ങൾ ഇവിടെ അടുത്തുണ്ട്. ഇതിനു മുമ്പ് ഒരു ട്രെയിൻ പോയതുകൊണ്ട് ഇതിന് ആൾ കുറവാണെന്ന് തോന്നുന്നു. ഞാൻ മെല്ലെ ട്രെയിനിൻ്റെ അകത്തേക്ക് കയറിയാണ്. ഞാൻ കയറിയിരിക്കുന്നത് റിസർവേഷൻ കമ്പാർട്ട്മെൻറ്റിലാണ് കയറിയിരിക്കുന്നത്. പക്ഷേ എൻ്റെ കയ്യിലുള്ളത് ലോക്കൽ ടിക്കറ്റാണ്. TTR വരുമ്പോൾ സംസാരിച്ച് ഇവിടെ തന്നെ ഇരിക്കാമെന്ന രീതിയിലാണ്. എന്തായാലും ട്രെയിൻ നീങ്ങി തുടങ്ങിയിരിക്കുന്നു. അതിമനോഹരമായിട്ടുള്ള കാഴ്ചകൾ കണ്ടുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. തെങ്ങിൻ തോപ്പുകളും അതുപോലെ തന്നെ പാടങ്ങളും കാണാൻ നല്ല രസമുണ്ട്. ഈ കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ട് TTR സമ്മതിച്ചില്ല. TTR ഇവിടുന്ന് എണീപ്പിച്ചു. അടുത്ത സീറ്റിൽ പോയിരിക്കാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ സീറ്റ് തപ്പി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒരു സീറ്റ് കിട്ടിയിട്ടുണ്ട്. ഇവിടെ എന്തായാലും ഇരിക്കാം. ഞാൻ ടിക്കറ്റ് കൊടുത്തു. എനിക്ക് ചെറിയൊരു ഫൈൻ തന്നു. ആ ഫൈൻ എഴുതിയതിന് ശേഷം ഇവിടെ ഇരുന്നോളാൻ പറഞ്ഞു. എന്തായാലും നമ്മളിനി ഇങ്ങനെയൊക്കെ യാത്ര ചെയ്യുന്ന സമയത്ത് റിസർവേഷൻ എടുത്തിട്ട് മുന്നോട്ട് പോകുന്നതായിരിക്കും നല്ലത്. വീണ്ടും ഞാൻ പുറത്തേക്ക് നോക്കിയിരിക്കുന്നു. മനോഹരമായിട്ടുള്ള പ്രകൃതി ഭംഗി കൊണ്ട് തെക്കൻ കേരളം ഇപ്പോൾ ഷൂട്ടിംഗ് ലൊക്കേഷന് വേണ്ടിയിട്ട് പ്രധാനപ്പെട്ട ഒരു സ്ഥലമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് എന്ന് നമുക്കറിയാമല്ലോ. ഞാനിപ്പോൾ ഉള്ളത് മംഗലാപുരം സെൻട്രലിൽ നിന്ന് പുറപ്പെടുന്ന എഗ്മോർ ട്രെയിനിലാണ് ഉള്ളത്. 16160 എന്നാണ് ഈ ട്രെയിനിൻ്റെ നമ്പർ. ഏകദേശം 19 മണിക്കൂർ സമയമെടുത്തിട്ടാണ് 892 കിലോമീറ്റർ സഞ്ചരിച്ച് ഈ ട്രെയിൻ ചെന്നൈ എഗ്മോർ റെയിൽവേ സ്റ്റേഷനിൽ എത്തുന്നത്. കണ്ണൂർ എത്തുന്നതിന് മുമ്പുള്ള വളവട്ടണം പുഴ മലബാറിലെ ഏറ്റവും വലിയ നദിയാണ്. ഇതിൻ്റെ ദൈർഘ്യം ഏകദേശം 110 കിലോമീറ്റർ തന്നെയാണ്. നദിയുടെ ഉത്ഭവം വയനാട് ജില്ലയിലെ ബ്രഹ്മഗിരി കുന്നുകളിൽ നിന്നാണ്. വളവട്ടണം പുഴയുടെ അരികിൽ ഒരുപാട് കണ്ടൽ കാടുകൾ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. അങ്ങനെ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തുന്നതിന് ഒരു ട്രെയിൻ കിടക്കുന്നുണ്ട്. ഇത് ഇൻ്റർസിറ്റി എക്സ്പ്രസ് ആണ്. എറണാകുളത്തേക്ക് പോകുന്നതിന് വേണ്ടിയിട്ടുള്ള ഇൻ്റർസിറ്റി എക്സ്പ്രസ് ആണ്. ഇത് ഉച്ചയ്ക്ക് ശേഷം കണ്ണൂരിൽ നിന്ന് പോകുന്ന ട്രെയിനാണ്. അതുപോലെ തന്നെ മറ്റൊരു ട്രെയിനും കൂടി റെയിൽവേ സ്റ്റേഷനിൽ കിടക്കുന്നുണ്ട്. കർണാടകത്തിലേക്ക്, പ്രത്യേകിച്ച് ബാംഗ്ലൂരിലേക്ക് പോകുന്ന ഒരു യശ്വന്ത്പൂർ ട്രെയിനാണ്. ഒരുപാട് ആൾക്കാർക്ക് വളരെ സഹായകമാകുന്ന ഒരു ട്രെയിനാണ് യശ്വന്ത്പൂർ ട്രെയിൻ. ഈ ട്രെയിൻ മിക്കവാറും എല്ലാ ദിവസവും വൈകുന്നേരം തന്നെയാണ് കണ്ണൂരിൽ നിന്ന് കർണാടകത്തിലേക്ക് പുറപ്പെടുന്നത്. അങ്ങനെ ട്രെയിൻ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. ആളുകളൊക്കെ ട്രെയിനിലേക്ക് കയറുന്നതിന് വേണ്ടിയിട്ട് ഓടി വരികയാണ്. കേരളത്തിലെ സർക്കസ് കലയുടെ ജന്മസ്ഥലമായ തലശ്ശേരിയെ ലക്ഷ്യമാക്കി ട്രെയിൻ നീങ്ങി തുടങ്ങിയിരിക്കുന്നു. 18ാം നൂറ്റാണ്ടിൽ ബ്രിട്ടീഷുകാരുടെ കാലഘട്ടത്ത് ഈസ്റ്റ് ഇന്ത്യ കമ്പനി മലബാറിൽ സ്ഥാപിച്ച ആദ്യത്തെ കോട്ട തലശ്ശേരിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. തലശ്ശേരി കോട്ട എന്നാണ് അത് അറിയപ്പെടുന്നത്. മലബാറിലെ ആദ്യത്തെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളും ഉള്ളത് തലശ്ശേരിയിലാണ്. തലശ്ശേരി ഭക്ഷണം മലബാർ വിഭവങ്ങളുടെ ഹൃദയം തന്നെ എന്ന് പറയാം. തലശ്ശേരി ബിരിയാണി, അതെന്ത് പറഞ്ഞു കഴിഞ്ഞാലും ഒരു മുഹബത്ത് ബിരിയാണി തന്നെയാണ്. നമ്മൾ ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും കഴിക്കേണ്ട ഒരു ബിരിയാണിയാണ് തലശ്ശേരിയിൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ. അങ്ങനെ കണ്ടൽ കാടുകളിലും കടന്നു ഇപ്പോൾ തലശ്ശേരിയിലേക്ക് ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ നമ്മൾ എത്തുന്നതായിരിക്കും. തലശ്ശേരി റെയിൽവേ സ്റ്റേഷനും ആകെ മാറി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. തലശ്ശേരി പിന്നിട്ട് ഇപ്പോൾ മാഹിയിലെത്തിയിരിക്കുന്നു. പഴയ കാലഘട്ടത്തിൽ ഫ്രഞ്ച് കോളനിയായിരുന്ന മാഹി ഇപ്പോൾ കേന്ദ്രഭരണ പ്രദേശമാണ്. ഏകദേശം 9 കിലോമീറ്റർ ദൈർഘ്യമാണ് മാഹിക്കുള്ളത്. മാഹിയുടെ പ്രത്യേകത ടാക്സ് ഫ്രീ ആണ്. കലയുടെയും കളരിപ്പയറ്റിൻ്റെയും നാടാണ് വടകര. പ്രശസ്തമായ തച്ചോളി വീരകഥകൾക്ക് കേന്ദ്രമായ സ്ഥലം. ലോകനാർക്കാവ് പഴക്കം ചെന്ന ഭഗവതി ക്ഷേത്രം വടകരയിലാണ് സ്ഥിതി ചെയ്യുന്നത്. സർഗാരിയ ക്രാഫ്റ്റ് വില്ലേജ് ടൂറിസത്തിന് പേരുകേട്ട ഒരു സ്ഥലം തന്നെയാണ്. വടകരയിൽ ഒരുപാട് ടൂറിസ്റ്റ് സ്ഥലങ്ങൾ കാണേണ്ടത് തന്നെയാണ്.
സാമൂതിരിയുടെ കാലം മുതലേ വ്യാപാരവും സംസ്കാരവും നിറഞ്ഞ നഗരമാണ് കോഴിക്കോട്. കോഴിക്കോടൻ ഹലുവ പ്രശസ്തിയാർജിച്ച ഒരു ഭക്ഷണ വിഭവം തന്നെയാണ്. വൈകുന്നേരം സമയങ്ങളിൽ ചെലവഴിക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ലൊരു സ്ഥലമാണ് കോഴിക്കോട് ബീച്ച്. അതുപോലെ തന്നെ കാപ്പാട് ബീച്ച്, ബേപ്പൂർ, മാനഞ്ചിറ സ്ക്വയർ, കക്കയം ഡാം ഇതൊക്കെ കോഴിക്കോടിൽ പ്രശസ്തിയാർജിച്ച സ്ഥലമാണ്. പ്രത്യേകിച്ച് ഇതിനെക്കുറിച്ച് ആധികാരികമായിട്ട് പറയാൻ കുറച്ച് നാൾ കോഴിക്കോടുണ്ടായിരുന്നു. കോഴിക്കോടത്തെ ജനതയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സ്നേഹമുള്ളവരും നിഷ്കളങ്കമുള്ള ആൾക്കാരുമാണ്. ഞാനിവിടെ നിന്നതുകൊണ്ട് എനിക്കത് മനസ്സിലാക്കാൻ സാധ്യമാണ്. അതുപോലെ തന്നെ നല്ല ഭക്ഷണവും കോഴിക്കോട് നമുക്ക് കിട്ടും. എന്തായാലും ഞാൻ ട്രെയിൻ ഇറങ്ങാൻ വേണ്ടി പോവുകയാണ്. പുറത്തിറങ്ങുമ്പോൾ തന്നെ ഓണത്തിൻ്റെ ചെണ്ടമേളയുടെ ശബ്ദം കേൾക്കുന്നുണ്ട്. എന്തായാലും കാഴ്ചകൾ നിങ്ങളെ കാണിക്കാൻ. ഓണത്തിൻ്റെ ആഘോഷം കണ്ടു നിൽക്കാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ പുറത്തേക്ക് ഇറങ്ങി. അങ്ങനെ നേരെ പുറത്തിറങ്ങി ബസ്സിൽ പുതിയ സ്റ്റാൻഡിലേക്ക് പോവുകയാണ്. പുതിയ സ്റ്റാൻഡിലേക്ക് പോകുമ്പോഴുള്ള കാഴ്ചകൾ നിങ്ങളെ കാണിക്കാം. അങ്ങനെ ഞാൻ ബസ്സിൽ നിന്ന് ഇറങ്ങി പുറത്തേക്ക് നടക്കുകയാണ്. എക്സിലേറ്റർ കയറി അപ്പുറത്തെ സൈഡിൽ തന്നെ അവിടെ നിന്ന് ഓട്ടോറിക്ഷ വിളിച്ച് വേണം മീറ്റിങ്ങുള്ള സ്ഥലത്തേക്ക് പോകുന്നതിന് വേണ്ടിയിട്ട്. എന്തായാലും കോഴിക്കോട് നഗരത്തിൽ വരുന്ന ആൾക്കാർക്ക് റോഡ് കടക്കാൻ വേണ്ടിയിട്ട് പുതിയ ഈ മാർഗം വളരെ നന്നായിട്ടുണ്ട്. പല സ്ഥലങ്ങളിലും പല ജില്ലകളിലും ഇതുപോലെ മാറ്റം വന്നുകൊണ്ടിരിക്കുകയാണ്. മലബാർ ടൂറിസം മീറ്റിങ്ങിലെത്തിയിരിക്കുകയാണ്. നേരത്തെ നമ്മൾ രജിസ്റ്റർ ചെയ്തതുകൊണ്ട് അവിടെ പോയി രജിസ്ട്രേഷൻ വിഭാഗത്തിൽ പോയിട്ട് ID കാർഡ് കാര്യങ്ങളൊക്കെ വാങ്ങണം. എന്നാൽ മാത്രമേ നമുക്കിതിൽ പങ്കെടുക്കാൻ പറ്റുകയുള്ളൂ. ഒരുപാട് ട്രാവൽസുകൾ ആൾക്കാർ ഇവിടെ ഉണ്ട്. ഒത്തിരി സ്റ്റാളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ കാഴ്ചകൾ നിങ്ങളെ കാണിക്കാം. പ്രവേശിക്കുന്നതിന് മുമ്പ് ഇതിൻ്റെ വലതുവശത്തായിട്ട് മലബാർ വിഭവങ്ങൾ നല്ല കടികളൊക്കെയുള്ള ഒരു ടീ സ്റ്റാൾ നമുക്കിവിടെ കാണാം. സുഹൃത്തുക്കളെ, ഒരുപാട് സമയം ഈ സ്റ്റാളുകളിൽ സന്ദർശിച്ചുകൊണ്ട് സമയം പോയതറിഞ്ഞില്ല. അത് ഈ കാണുന്ന ഹോട്ടലിലാണ് നമ്മുടെ ഈ പ്രോഗ്രാം നടന്നിരിക്കുന്നത്. ഇതിൽ നിന്ന് നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയാണ്. പുറത്തിറങ്ങി ഭക്ഷണം കഴിക്കണം. പക്ഷേ പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ട്.
ഈ കാണുന്ന ഗോകുലം മാൾ ആണ്. ഈ ഗോകുലം മാളിൻ്റെ ഉള്ളിൽ ഫുഡ് കോർട്ടുണ്ട്. ഫുഡ് കോർട്ടിൽ നല്ല ഭക്ഷണമുണ്ടെന്നാണ് ഒരു സുഹൃത്ത് പറഞ്ഞത്. അതുകൊണ്ട് നമ്മൾ ഈ മാളിൻ്റെ ഉള്ളിലോട്ട് പോവുകയാണ്. മാളിൻ്റെ ഉള്ളിൽ നല്ല തിരക്കുണ്ട്. ഇന്ന് ഓണം കാരണം നല്ല തിരക്കാണ്. ഓണത്തിന് മനോഹരമായി മാളിൻ്റെ ഉൾവശം അലങ്കരിച്ചിട്ടുണ്ട്. ഇവിടുന്ന് വീണ്ടും മുകളിലോട്ട് പോകാൻ എക്സലേറ്റർ കയറി വേണം മുകളിൽ പോകേണ്ടത്. അതിമനോഹരമായിട്ട് ഓണത്തിന് വേണ്ടിയിട്ട് പലതരത്തിലും ഇവിടെ അലങ്കരിച്ചിട്ടുണ്ട്. മാളിൻ്റെ ഉൾവശമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഫോർത്ത് ഫ്ലോറിലാണ് ഫുഡ് കോർട്ടുള്ളത്. ഫുഡ് കോർട്ടിൽ നമ്മളിപ്പോൾ എത്തിയിരിക്കുകയാണ്. ഇവിടെ പല തരത്തിലുള്ള സ്റ്റാളുകൾ ഇവിടെ കാണാൻ വേണ്ടിയിട്ട് കഴിയും. ഓണമായിട്ട് നല്ല തിരക്കുണ്ട്. ഒത്തിരി ആളുകൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. പല സ്റ്റാളുകളിലും പലതരത്തിലുള്ള വിഭവങ്ങളാണ്. എന്തായാലും ഞാൻ ഫുഡ് കഴിക്കുന്നതിന് വേണ്ടിയിട്ട് വെജ് സ്റ്റാളിലേക്കാണ് പോകുന്നത്. സുഹൃത്തുക്കളെ, അങ്ങനെ ഭക്ഷണം കഴിച്ച് പുറത്തേക്ക് ഇറങ്ങിയാണ്. നമ്മൾ പോയ മാളിൻ്റെ മുഴുവനായിട്ടുള്ളൊരു വ്യൂ ആണ് കണ്ടത്. അങ്ങനെ ഞാൻ ഈ ഫുട്പാത്തിലൂടെ നടക്കുകയാണ്. ഇനി നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകണം. വൈകുന്നേരത്തെ പരശുരാം എക്സ്പ്രസ്സിനാണ് നാട്ടിലേക്ക് പോകേണ്ടത്. അതിന് വേണ്ടിയിട്ടാണ് നടന്നു പോകുന്നത്. ഇവിടെ നിന്നിട്ട് ബസ് കാര്യങ്ങളൊന്നും കാത്തു നിന്നിട്ട് കിട്ടുന്നില്ല. കുറച്ചും കൂടി നടന്നിട്ട് അവിടുന്ന് ഏതെങ്കിലും ബസ്സിനോ അല്ലെങ്കിൽ ഓട്ടോറിക്ഷയ്ക്കോ നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകണം. ഈ പുറത്ത് കാണുന്നതൊക്കെ നമ്മുടെ കോഴിക്കോടിൻ്റെ പല വ്യൂകളാണ്. കോഴിക്കോട് യഥാർത്ഥത്തിൽ ശരിക്കും കാണണമെങ്കിൽ 1-2-3 ദിവസം തന്നെ വേണം. അത്രയ്ക്ക് മനോഹരമായിട്ടുണ്ട് കോഴിക്കോട് നഗരം. ഈ നഗരത്തിൽ വന്ന് പലതരത്തിലുള്ള ഭക്ഷണങ്ങളും കാര്യങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യേണ്ടതാണ്. പക്ഷേ സമയം കുറവായതുകൊണ്ടും നേരെ തിരിച്ച് നാട്ടിലേക്ക് പോവുകയാണ്. അങ്ങനെ ഞാൻ ടിക്കറ്റ് എടുത്ത് 4ാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. 4ാമത്തെ പ്ലാറ്റ്ഫോമിലാണ് പരശുരാം എക്സ്പ്രസ് വരുന്നത്. എന്തായാലും അങ്ങോട്ടുള്ള കാഴ്ചകൾ കൂടി നിങ്ങളെ കാണിക്കാം. സുഹൃത്തുക്കളെ, ട്രെയിൻ 4ാമത്തെ പ്ലാറ്റ്ഫോമിൽ ഇപ്പോൾ എത്തിയിട്ടുണ്ട്. എന്തായാലും കയറി നോക്കാൻ നല്ല തിരക്കുണ്ട് എന്നാണ് തോന്നുന്നത്. കാരണം പൊതുവെ പ്ലാറ്റ്ഫോമിൽ മുഴുവൻ ആൾക്കാർ നിൽക്കുന്നത് കണ്ടിട്ട് അങ്ങനെ തന്നെയാണ് തോന്നുന്നത്. അകത്ത് കയറിയപ്പോഴാണ് മനസ്സിലായത് ഇത് വീണ്ടും കയറിയിരിക്കുന്നത് റിസർവേഷൻ കമ്പാർട്ട്മെൻറ്റിൽ തന്നെയാണ്.
ട്രെയിൻ അങ്ങനെ നീങ്ങി തുടങ്ങിയിരിക്കുന്നു. കോഴിക്കോടിനോട് അങ്ങനെ വിട പറയുകയാണ്, ഒരുപാട് കാഴ്ചകൾ ബാക്കി വെച്ചുകൊണ്ട്. ഇനിയൊരു ദിവസം കോഴിക്കോടിൻ്റെ മുഴുവനായിട്ടുള്ളൊരു വീഡിയോ എടുക്കുന്നതിന് വേണ്ടി കോഴിക്കോട് വീണ്ടും വരുന്നതായിരിക്കും. അകത്ത് ആൾക്കാർ സീറ്റ് കിട്ടാതെ വിഷമിച്ച് നിൽക്കുകയാണ്. പ്രിയ സുഹൃത്തുക്കളെ, ഇതെൻ്റെ ആദ്യത്തെ വീഡിയോ ആണ്. ഒരുപാട് പോരായ്മകളുണ്ടെന്ന് എനിക്കറിയാം. നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിക്കുന്നു.